അവർ തിരുത്താതെ ഇതുപോലെയുള്ള ഗുണ്ടാസംഘങ്ങളായി തന്നെ വളർന്നു വന്നാൽ മതി എന്നുള്ളൊരു നിലപാടാണ് ഈ CPM നേതൃത്വത്തിനുള്ളത് എന്ന് തോന്നുന്നു. ഇലക്ഷൻ സമയത്ത് മറ്റ് പാർട്ടികളോട് ചായ്വുള്ള വിദ്യാർത്ഥികളുടെ ID കാർഡ് കാണാതെ പോയ സംഭവങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇവർ സംരക്ഷണം നൽകുന്നു. അതേസമയം തന്നെ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് SFIക്കാരുടെ ഇടിമുറികൾ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം വിദ്യാർത്ഥി സംഘടനയായ SFIക്കാർ ഉയർത്തിപ്പിടിക്കുന്ന ആദർശ വാക്യാണിത്. എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് തുടരെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ നടന്നിട്ടുള്ള SFIക്കാരുടെ നരനായാട്ട്. അതെ, നമ്മൾ കോളേജുകളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു വിദ്യാർത്ഥികൾ ചേർന്ന് അധ്യാപകനെ, അതും ഒരു കോളേജിൻ്റെ അധികാരിയായ പ്രിൻസിപ്പളിനെ മർദ്ദിക്കുന്ന ഒരു സംഭവം ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഞെട്ടലോടെ കേട്ടിരിക്കുക. അതും അവിടെ അഡ്മിഷൻ എടുക്കാൻ വന്ന രക്ഷിതാക്കൾ നോക്കി നിൽക്കുകയായിരുന്നു മർദ്ദനം. അപ്പോൾ ഇതിനെതിരെ അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും SFIക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. മർദ്ദിച്ചത് SFIക്കാരാണ്, മർദ്ദനത്തിനിരയായത് പ്രിൻസിപ്പാളാണ്. പക്ഷെ ഇവിടെ കേസ് എടുത്തിരിക്കുന്നത് പ്രിൻസിപ്പാൾക്കെതിരെയാണ്. അതെ, അദ്ദേഹം പോലീസുകാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. അപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ. അതെ, ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നല്ല, ഇതിനു മുന്നും ശേഷം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു പക്ഷേ സിദ്ധാർത്ഥിൻ്റെ ഒരു കൊലപാതകത്തിന് ശേഷമായിരിക്കാം. അതുപോലും സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ അത്രയും ഏറെ ശക്തമായിട്ട് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇതൊരു അത്രയും വലിയൊരു വിഷയമായത്. സിദ്ധാർത്ഥിൻ്റെ മാത്രമല്ല, അതിന് മുൻപുള്ള സംഭവങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും SFIക്കാർ പ്രതിസ്ഥാനത്ത് വന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് SFIയുടെ ഒരു പ്രമുഖ വനിതാ നേതാവായ K. വിദ്യ. അവർ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച്, വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഒന്നല്ല രണ്ടിലധികം കോളേജുകളിൽ അവർ അധ്യാപികയായി ജോലി ചെയ്യുന്നൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായി. അതുമാത്രമല്ല, ഇതിനിടെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി നേതാവായ നിഖിൽ തോമസ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ കോളേജിൽ അഡ്മിഷൻ നേടി പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുൻപുള്ള ഒരു സംഗതി നമ്മളാരും മറക്കാൻ വഴിയില്ല. ശിവരഞ്ജിത്തും നസീമും, അതായത് SI പരീക്ഷയിൽ PSC നടത്തിയ SI പരീക്ഷയിൽ 1ഉം 2ഉം റാങ്കുകൾ കിട്ടിയ ആളുകളായിരുന്നു അവർ. പക്ഷേ അതിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ച് പോയി വന്നപ്പോൾ എങ്ങനെ റാങ്ക് കിട്ടി എന്ന് പരിശോധിച്ചപ്പോൾ കൃത്രിമം കാണിച്ചിട്ടാണ് എന്നുള്ളൊരു കാര്യമാണ് പുറത്ത് വന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും ഈ SFIക്കാർ ഇങ്ങനെ കൃത്രിമം കാണിച്ചും അക്രമം കാണിച്ചും അങ്ങനെ ഒരു പാതയാണ് ഇവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങൾ വെളിച്ചത്ത് വന്നിട്ടും മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും ഇപ്പോഴും പല കോളേജുകളും SFI കോട്ടയാണ്. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതും ഈ SFIക്കാർ തന്നെയാണ്. അതെ, അതിൽ എനിക്ക് തോന്നുന്നു ഒരു ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ വോട്ടുകളാണ് ഇവരെ എപ്പോഴും തുണയ്ക്കുന്നത് എന്നാണ്. അതെ, ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ വോട്ടുകൾ തന്നെയാണ്. അതാണ് ഇവരുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയുന്നു, ആൻറ്റി റാഗിങ് സ്ക്വാഡുകൾ രൂപീകരിക്കുന്നു, ഇവർക്ക് സംരക്ഷണം നൽകുന്നു. അപ്പോൾ ആദ്യവർഷ വിദ്യാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കോളേജിൽ വരുമ്പോൾ ഉള്ള അവരുടെ ഒരു പകപ്പ്, അവരുടെ ഒരു പേടി, ഇതിനെയാണ് SFIക്കാർ മുതലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നതും ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതെ, ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ അവരുടെ ഒരു വർഷം അങ്ങ് പോകും എന്നതാണ് സത്യം. അപ്പോഴത്തേക്കും അടുത്ത ബാച്ച് വന്നു, അവർക്ക് ഈ സംഭവം തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെയും കേട്ടിട്ടുണ്ട്, ഈ വിദ്യാർത്ഥികളുടെ ഒരു അനുഭവങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ഇലക്ഷൻ സമയത്ത് മറ്റ് പാർട്ടികളോട് ചായ്വുള്ള വിദ്യാർത്ഥികളുടെ ID കാർഡ് കാണാതെ പോയ സംഭവങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഓരോ തവണയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഇവർ സംരക്ഷണം നൽകുന്നു. അതേസമയം തന്നെ ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് SFIക്കാരുടെ ഇടിമുറികൾ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ ഇടിമുറിയിലേക്ക് അകപ്പെട്ട് എല്ലാം മുറിഞ്ഞു പോയ എത്രയോ വിദ്യാർത്ഥികൾ നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ്. പലരും ഭയം കൊണ്ട് തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ അതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഭവമായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥൻ്റേത്. വളരെ ക്രൂരമായിട്ടായിരുന്നു സിദ്ധാർത്ഥനെ ഇവർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്.
എത്രയൊക്കെ പറഞ്ഞാലും ഇവർക്കൊരു ഹീറോ പരിവേഷം അപ്പോഴും അവർ ന്യായീകരിക്കുന്നത് ആ ഒരു ഹീറോ പരിവേഷം വെച്ചിട്ടാണ്. കാരണം ഞങ്ങൾ സംരക്ഷിക്കാനായിട്ടാണ്, അനീതിക്കെതിരെ ഞങ്ങൾ പ്രവർത്തിച്ചതാണ്, അനീതിക്കെതിരെ ഞങ്ങൾ പോരാടിയതാണ്, ശിക്ഷാ നടപടി കൊടുത്തതാണ്. ശിക്ഷിക്കാനൊക്കെ ഇവരാരാണ് എന്നുള്ളതാണ് ഉയർന്നു വരേണ്ട ഒരു ചോദ്യം. കാരണം നിയമ സംവിധാനങ്ങളെല്ലാം ഉണ്ടല്ലോ. അതെ, ഇപ്പോൾ ക്യാമ്പസുകളിലാണ് എന്നുണ്ടെങ്കിൽ പോലും ആന്റി റാഗിംഗ് സ്ക്വാഡുകളുണ്ട്. പക്ഷെ അതിലും ഇവരുടെ എന്താ പറയുക, SFIയോട് ചായവുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് എന്നുള്ളതാണ് ദുഃഖകരമായ മറ്റൊരു വസ്തുത. പക്ഷേ എന്നിരുന്നാൽ പോലും ഇത്രയെല്ലാം അക്രമങ്ങൾ നമുക്കറിയാം. ഈ SFI എന്ന സംഘടന, ഭാവിയിലെ CPM നേതാക്കളാണ് ഈ SFIയിലൂടെ വളർന്നു വരുന്നത്. എന്നിട്ടും ഈ നേതൃത്വം, CPM നേതൃത്വം ഒരിക്കലും ഇവരെ തിരുത്താനോ അല്ലെങ്കിൽ എന്താ പറയുക, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വിളിച്ചു പറയാനോ ഇവർ ഒരിക്കലും രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. നേതാക്കളെല്ലാം തുടരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബിനോയ് വിശ്വം SFIക്കാർക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. ഇത് SFIക്കാർ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതിന് തടയിട്ടില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകുമെന്ന രീതിയിൽ. എന്നാൽ ഇവർക്കെതിരെ, ഈ ബിനോയ് വിശ്വത്തിനെതിരെ വളരെ രൂക്ഷമായിട്ടുള്ളൊരു കടന്നാക്രമണമാണ് ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നും SFIക്കാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതെ, ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അവർ തിരുത്താതെ ഇതുപോലെയുള്ള ഗുണ്ടാസംഘങ്ങളായി തന്നെ വളർന്നു വന്നാൽ മതി എന്നുള്ളൊരു നിലപാടാണ് ഈ CPM നേതൃത്വത്തിനുള്ളത് എന്ന് തോന്നുന്നു. ഈ ഒരു നില തുടരുകയാണെങ്കിൽ SFI ഇല്ലാതാവുന്ന ആ ഒരു നാളുകൾ എന്തായാലും വിദൂരമല്ല.